ഇപ്രാവശ്യം ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ആണ് കൊടുത്തത്. ഒന്നല്ല രണ്ടെണ്ണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഫോട്ടോസ് ഞാൻ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ പെട്ടെന്ന് പണി തീരാനായിട്ട് ഞാനൊരു കുരുട്ടുബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇരിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പോർട്രേറ്റ് ഒന്നും റെഡി ആവുന്നില്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒത്തിരി സമയം എടുത്തിട്ടാണ് ഞാൻ ഒരു പടം വരച്ച് തീർക്കാറ്. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ടാണെങ്കിൽ നമുക്ക് അത്ര സമയവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും വരച്ച് വരുമ്പോൾ അത് അത്ര അങ്ങോട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മുടെ അത്രയും സമയവും പോകും. പിന്നീട് വരച്ചെടുക്കാനായിട്ടുള്ള സമയമൊന്നും കിട്ടത്തില്ല. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് തോന്നിയത്. വേറൊന്നുമല്ല, നമുക്ക് ഏത് ഫോട്ടോ ആണ് വരയ്ക്കാനായിട്ടുള്ളത് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം നമ്മളൊന്ന് പ്രിൻ്റ് എടുക്കാൻ കേട്ടോ. ഇങ്ങനെ ചെയ്താലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ കളർ ചെയ്യുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും. പക്ഷേ ആ ഒരു ഔട്ട്ലൈൻ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും സമയം എടുക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ്. ഈ രണ്ട് ഡ്രോയിങ്സ് രണ്ട് രീതിയിലാണ് ഞാൻ ചെയ്തത്. ഒരെണ്ണം എന്ന് വെച്ചാൽ പെൻസിൽ വെച്ചിട്ട് നല്ല ഡാർക്കായിട്ട് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് അങ്ങനെ കളർ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ അതിനേലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ പെൻസിൽ വെച്ചിട്ട് മാത്രം, കളർ പെൻസിൽ യൂസ് ചെയ്ത് മാത്രം ചെയ്തിട്ടുള്ളതായിരുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ എങ്ങനെയുണ്ടെന്നുള്ളതും കൂടി പറയണം കേട്ടോ. ഞങ്ങളുടെ ആ ഒരു റെഫറൻസ് എടുത്ത ഫോട്ടോയും ഞാൻ വരച്ച ഫോട്ടോയും ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബർത്ത്ഡേക്ക് ഞാൻ ഇത്രയും സാധനങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.